സുഗമോദേവി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേവികയാണെങ്കിൽ കന്ദനെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അവിടേക്ക് പ്രഭാവതി വരുന്നത്. എന്നിട്ട് അവളെ സമാധാനിപ്പിക്കുന്നത് പോലെ ഓരോ കാര്യങ്ങളായിട്ട് പറയുന്നു. അമ്മ എന്നെ സമാധാനിപ്പിക്കുന്നത് പോലെ അഭിനയിക്കണ്ട, നിങ്ങൾ രണ്ടുപേരും എന്തൊക്കെയോ സത്യങ്ങൾ എന്നിൽ നിന്നും മറച്ചു വെക്കുന്നുണ്ട്, അതും വലിയ മഹാ രഹസ്യമാണ്. അതെന്താണെന്ന് നന്ദൻ ഇന്ന് വന്നതിന് ശേഷം ഞാൻ ചോദിച്ച് മനസ്സിലാക്കുമെന്ന് ദേവിക പറയുന്നു. എന്നിട്ട് അവൾ അവിടെ നിന്നും പോവുകയാണ്. സിദ്ധാർത്ഥനാണെങ്കിൽ നന്ദനെ ഫോണിൽ വിളിക്കുന്നുണ്ട്, പക്ഷെ അവനാണെങ്കിൽ എടുക്കുന്നില്ല. കാരണം ഇസബല്ല. അവൾ പറയുന്നുണ്ട്, ഈ ഒരു സാഹചര്യത്തിൽ നന്ദൻ ഫോൺ എടുക്കേണ്ട, ഒന്നല്ലെങ്കിൽ നേരിട്ട് പോവുക, അല്ലെങ്കിൽ ഇന്നത്തെ ഒരു ദിവസത്തേക്ക് നന്ദൻ എന്റെ വീട്ടിൽ താമസിച്ചോളൂ എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും ശരിയാവില്ല, എനിക്ക് വീട്ടിലേക്ക് പോകണം, വീട്ടിലേക്ക് പോയാലും എനിക്ക് ദേവിയെ ഫേസ് ചെയ്യാൻ മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അവനാണെങ്കിൽ വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നു. ഇസബല പറയുന്നുണ്ട്, എങ്കിൽ പിന്നെ ഞാൻ കൊണ്ടുപോയി ആക്കാമെന്ന്. അങ്ങനെ സിദ്ധാർത്ഥനാണെങ്കിൽ നന്ദൻ ഇസബല്ലയുടെ കൂടെ വരുന്നത് കാണുന്നുണ്ട്. പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സിദ്ധാർത്ഥൻ വേഗം തന്നെ അകത്തേക്ക് ദേഷ്യത്തോടെ കയറി പോവുകയാണ്. അച്ഛൻ കലിപ്പിലാണെന്ന് തോന്നുന്നു എന്നിങ്ങനെ ഇസബല്ല നന്ദനോട് പറയുമ്പോൾ എല്ലാവർക്കും എന്നോട് ദേഷ്യം ഉണ്ടാവും, ഞാൻ എങ്ങനെയാ അതിനകത്തേക്ക് കയറി പോവുക എന്നൊക്കെ ഇങ്ങനെ നന്ദൻ ചിന്തിക്കുന്നുണ്ട്. എന്തായാലും അവിടേക്ക് ദേവികയും പ്രഭാവതിയും എത്തുകയാണ്. പിന്നീട് സിദ്ധാർത്ഥനാണെങ്കിൽ നന്ദനെ കണ്ടിട്ടും കാണാത്തതുപോലെ നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ നന്ദൻ അകത്തേക്ക് കയറാൻ നിൽക്കുന്ന സമയത്ത് ഒന്നവിടെ നിന്ന് എല്ലാവരും അവരവരുടെ ഇഷ്ടത്തിനാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ചന്ദ്രോത്ത് വീട്ടിൽ ആർക്കും എന്തും ആകാം എന്നുള്ളൊരു തോന്നലായി. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എനിക്ക് സമൂഹത്തിൽ ഒരു വിലയും നിലയൊക്കെ ഉണ്ട്, അത് കളഞ്ഞു കുളിച്ചുകൊണ്ട് ഞാൻ ആരെയും ഒന്നിനും സമ്മതിക്കില്ല. അച്ഛൻ എന്തൊക്കെയാ പറയുന്നത് നിനക്ക് മനസ്സിലായില്ലടാ. നീയും ദേ നിൽക്കുന്ന നിന്റെ സുഹൃത്തും തമ്മിലുള്ള വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്, അത് നീ കണ്ടു കാണുമല്ലോ. അതൊക്കെ കണ്ടു വച്ചാ അതൊന്നും വലിയ ഇഷ്യൂ ആക്കാൻ നിൽക്കണ്ട, അതൊരു പ്രശ്നം ഉണ്ടായതാ, ഇഷ്യൂ ആക്കണ്ടെന്നോ എന്ന് പറഞ്ഞുകൊണ്ട് സിദ്ധാർത്ഥനാണെങ്കിൽ നന്ദനെ തല്ലാനായിട്ട് കയ്യോങ്ങണം. അങ്കിൾ എന്ത് ചെയ്യുന്നതെന്ന് ചോദിച്ചുകൊണ്ട് വേഗം തന്നെ ഇസബൽ അത് തടയണം. ആ ഒരു തടയിൽ കാണുമ്പോൾ തന്നെ പ്രഭാവതിയും ദേവികയും എല്ലാവരും ആകെ ഷോക്കാവുന്നു. കാരണം സിദ്ധാർത്ഥനെ തടയാൻ ആരും തന്നെ അവിടെ വളർന്നിട്ടില്ല, പക്ഷെ ഇസബൽ അത് ചെയ്യുന്നു. അങ്ങനെ നന്ദനോട് ഇസബല പറയുന്നുണ്ട്, നന്ദൻ പോയി റെസ്റ്റ് എടുത്തോളൂ, പിന്നീട് കാണാമെന്ന് പറഞ്ഞ് നന്ദനെ അവിടെ നിന്നും നെയ്സായിട്ട് വിട്ടയക്കുകയാണ്. എന്നിട്ട് ഇസബല്ല പറയുന്നുണ്ട്, അങ്കിളും ആന്റിയും ഞാൻ പറയുന്നതൊന്ന് സമാധാനത്തോടെ കേൾക്കണം. ദേവികയെയും അവളൊന്ന് പാളി നോക്കുന്നു. ദേവികയാണെങ്കിൽ ആകെ ദേഷ്യത്തിലാണ്. അത് സംഭവിച്ചത് എന്തെന്ന് വെച്ചാൽ, ഞാനും കെവിനും നന്ദനും ഒരു മീറ്റിംഗിന്റെ ഭാഗമായിട്ട് പോവാൻ ഒരുങ്ങുകയായിരുന്നു. അപ്പോഴാണ് ഋഷിയുടെ ആൾക്കാർ വന്നത്, നന്ദനെ ഉപദ്രവിച്ചു. കാറിലിരുന്ന് നന്ദന്റെ മുറിവ് ഡ്രസ് ചെയ്യുമ്പോഴാണ് സദാചാര കൊണ്ടുള്ളത് തെറ്റിദ്ധരിച്ച് വീഡിയോ എടുത്തത്. അവിടെ ഞങ്ങൾ സേഫ് അല്ലെന്ന് അറിഞ്ഞപ്പോ ഒരു റൂം എടുത്തു. കെവിനും ഞാനും നന്ദനും ഇത്രയും നേരം അവിടെയായിരുന്നു. അതാണ് നിങ്ങൾ എല്ലാവരും ഒരു വീഡിയോയിലൂടെ തെറ്റിദ്ധരിച്ചു പോയതെന്നൊക്കെ പറയുമ്പോൾ ഇത് കേട്ട് സിദ്ധാർത്ഥനും പ്രഭാവതിയും ഒന്നും മിണ്ടുന്നില്ല. എന്താന്ന് വെച്ചാ ആയിക്കോ, ഒരു പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സിദ്ധാർത്ഥനാണെങ്കിൽ അവിടെ നിന്നും പോകുന്നു. അങ്ങനെ ഇസബല പറയുന്നുണ്ട്, ആന്റിയെങ്കിലും ഒന്ന് മനസ്സിലാക്കണമെന്ന്. ഞാൻ എന്ത് പറയാനാ മോളെ എന്ന് ചോദിച്ചുകൊണ്ട് പ്രഭാവതിയും അവിടെ നിൽക്കുകയാണ്. പിന്നീട് അവള് പറയുന്നുണ്ട്, ഇനി ഒക്കെ നിങ്ങളുടെ ഇഷ്ടം, നന്ദനോട് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ നിന്നും പോവുകയാണ്. ഇസബല്ലയാണെങ്കിൽ അകത്തേക്ക് കയറി പോകാനായിട്ട് നോക്കുമ്പോൾ ഇസബല്ല ഒന്ന് അവിടെ നിന്നേന്ന് പറഞ്ഞുകൊണ്ട് ദേവിയാണെങ്കിൽ പുറകിൽ നിന്നും വിളിക്കുന്നു. എന്താണാവോ MLAക്ക് പറയാനുള്ളത്? എന്നെ കുറ്റപ്പെടുത്താനാവും, അല്ലാതെ പിന്നെ നല്ലതൊന്നും പറയാനായിട്ട് ഇസബല്ല ഉണ്ടാക്കി വെച്ചിട്ടില്ലല്ലോ. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നന്ദു എന്റെ ഭർത്താവാണ്. അവനെ എന്തോ ഒരു ചതിക്കുഴിയിൽ ഇസബല്ലയും കെവിനും വീഴ്ത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. അല്ലെങ്കിൽ നന്ദു സ്വന്തം കുടുംബത്തിലെ കാര്യം പോലും വിട്ടിട്ട് നിന്നോടൊപ്പം വരില്ല. എന്താണെങ്കിലും ഈ ദേവിക അത് കണ്ടുപിടിച്ചിരിക്കും, നിങ്ങളുടെ സൗഹൃദം അതില്ലാതാക്കിയിരിക്കും എന്നൊക്കെ പറയുമ്പോൾ MLA വിചാരിച്ചാലൊന്നും ഞങ്ങളുടെ സൗഹൃദം ഇല്ലാതാക്കാൻ കഴിയില്ലെന്ന് പറയണം. നോക്കാം എങ്കിൽ പിന്നെ ഇസബല്ല പോയിക്കോളൂ എന്നിങ്ങനെ ദേവിക പറയുമ്പോൾ പോകുന്നതിന് മുമ്പായിട്ട് ചെറിയൊരു നടപടിക്രമങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുകയാണ്. എനിക്ക് നന്ദനെ ഒന്ന് കാണണം, അതിനും ഇനി MLAയുടെ ശുപാർശ വേണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ദേവിക്കാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ ദേവിയുടെ ദേഷ്യമൊന്നും വകവയ്ക്കാതെ ഇസബല്ലയാണെങ്കിൽ അകത്തേക്ക് പോയിട്ട് നന്ദനെ കാണുകയാണ്. നന്ദൻ റെസ്റ്റ് എടുത്തോളൂ, ഇത്രയേ ഉള്ളൂ പ്രശ്നം, പേടിക്കേണ്ടതില്ല, ഇനി വരുന്നതൊക്കെ നമുക്ക് ഫേസ് ചെയ്യാം. ഞാൻ അമ്മയോടും അച്ഛനോടും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, പിന്നെ ദേവിക അവളോടും പറഞ്ഞിട്ടുണ്ട്, മനസ്സിലാക്കുകയാണെങ്കിൽ അവൾ മനസ്സിലാക്കുമെന്ന് ഇങ്ങനെ പറയുന്നു. അങ്ങനെ നന്ദനാണെങ്കിൽ ശരിയെന്നൊക്കെ പറഞ്ഞ് ഇസബലയെ അവിടെ നിന്ന് യാത്രയാക്കിയാണ്. ദേവിക ഇതൊക്കെ കണ്ട് അവിടെ നിൽക്കുന്നുണ്ട്. എന്തായാലും ദേവിക്ക് മുന്നിൽ ഒരു കൂസലും ഇല്ലാതെയാണ് ഇസബല്ല ഇറങ്ങി പോകുന്നത്. അപ്പൊ ഉറപ്പായിട്ട് സത്യങ്ങൾ അറിയുന്നത് വരെ മാത്രമാണ് ഇസബല്ലയുടെ ഒരു അഴിഞ്ഞാട്ടം. അപ്പൊ കാത്തിരിക്കാം കിടിലൻ എപ്പിസോഡ്സിനായിട്ട്. ബൈ ബൈ.